ഹലോ കുട്ടീസ്, പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുവാണോ? അറ്റൻഡ് ചെയ്ത് ബോറടിച്ചോ? എന്നാ ആന്റി ഇന്ന് നല്ലൊരു പാട്ടുമായാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് പഠിച്ചാലോ? ആ പാട്ടില് നമ്മെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പപ്പയെക്കാളും മമ്മയെക്കാളും നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അതാരാന്നറിയണോ? എന്നാ വാ, നമുക്ക് പാട്ടിലേക്ക് പോകാം. നിങ്ങളെ പാട്ട് കേൾക്കാൻ റെഡിയാണോ? പാട്ട് കേൾക്കാനും പാട്ട് പഠിക്കാനും റെഡി ആയിക്കോ? ആന്റി തുടങ്ങുവാണ്. Let's start. നിങ്ങളറിഞ്ഞോ യേശുവിൻ സ്നേഹത്തെ? നിങ്ങളറിഞ്ഞോ നിങ്ങളറിഞ്ഞോ യേശുവിൻ സ്നേഹത്തെ? നിങ്ങളറിഞ്ഞോ പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. എന്തൊരു സന്തോഷം എന്നോട് ഉള്ളിൽ യേശു വന്നപ്പോൾ. എന്തൊരു സന്തോഷം എന്നോട് ഉള്ളിൽ യേശു വന്നപ്പോൾ. പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. എല്ലാരും പാട്ട് കേട്ടോ? ആരാ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? യേശുപ്പച്ചനല്ലേ? യേശു കർത്താവല്ലേ? യേശുപ്പച്ചൻ എങ്ങനെയാ നമ്മെ സ്നേഹിക്കുന്നത്? നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് നോക്കിയാലോ? യേശുപ്പച്ചൻ എങ്ങനെയാ നമ്മെ സ്നേഹിക്കുന്നതെന്ന്. എന്താ ആദ്യത്തെ ലൈൻ പറയുന്നേ? ഹേ ഹേ ഹേ, നിങ്ങൾ അറിഞ്ഞോ എന്നല്ലേ? എന്താ അറിഞ്ഞോ എന്നാ ചോദിക്കുന്നത്. യേശുവിന്റെ സ്നേഹത്തെ അറിഞ്ഞോ എന്നല്ലേ? യേശു എങ്ങനെയാ നമ്മളെ സ്നേഹിക്കുന്നത്? പിന്നെ എന്താ അതിൻ്റെ അത് പറയുന്നേ? പാപിയായിരുന്ന് എന്നെ തേടി വന്നു അല്ലേ? പാപികളോ? നമ്മള് പാപികളാണോ? ആരാ പാപികള്? പാപം ചെയ്യുന്നവരല്ലേ പാപികള്. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുക അല്ലേ? അങ്ങനെ നമ്മൾ പാപികളായി തീർന്നു. നമ്മളെങ്ങനെ പാപികളായി തീർന്നേ കുഞ്ഞുങ്ങളെ? അറിയാമോ നിങ്ങൾക്ക് ആ കഥ? അതിനൊരു കഥയുണ്ട്. ആന്റി പറഞ്ഞുതരാമേ, എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോണേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, ചെടികളെ സൃഷ്ടിച്ചു, കരയെ സൃഷ്ടിച്ചു, വെള്ളത്തെ സൃഷ്ടിച്ചു, സണ്ണിനെ സൃഷ്ടിച്ചു, മൂണിനെ സൃഷ്ടിച്ചു, സ്റ്റാർസിനെ സൃഷ്ടിച്ചു. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തില് മനുഷ്യരെയും സൃഷ്ടിച്ചു. അവര് ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, ഫ്രണ്ട്സ് ആയിട്ട് ദൈവം രണ്ടുപേരെ സൃഷ്ടിച്ചു. അവരെ ആണും പെണ്ണുമായാണ് സൃഷ്ടിച്ചത്. അവരാരൊക്കെയാന്ന് അറിയാമോ? അവരുടെ പേരുകൾ അറിയാമോ? ആദാമും അവ എന്നാണ് അവരുടെ പേര്. അവരാണ് നമ്മുടെ ആദിമ മാതാപിതാക്കൾ. അവരിൽ നിന്നാണ് മാനവരാശി മുഴുവനും ഉണ്ടായത്. അങ്ങനെ ദൈവം അവരെ സൃഷ്ടിച്ചു. അവരെ ഏദൻ തോട്ടത്തിലാക്കി. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, ഭൂമിയിലുള്ള സകലത്തിന്മേലും അവർക്ക് അധികാരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ തോട്ടത്തിന്റെ നടുവിലെ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത്, ബാക്കി എല്ലാം നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവര് വളരെ സന്തോഷത്തോടു കൂടി ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു പാമ്പ് വന്ന് അവയോട് പറഞ്ഞു, സംസാരിച്ചു. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് അവയോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാത്തത്? നിങ്ങൾക്ക് അത് കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. അവ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കരുതെന്നാ, കാരണം അത് കഴിക്കുന്ന നാളിൽ ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ പാമ്പ് പറഞ്ഞു, മരിക്കാനോ? നിങ്ങൾ മരിക്കത്തൊന്നുമില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, ദൈവത്തിനെ പോലെ നല്ല ബുദ്ധി കിട്ടും, നല്ല ശക്തി കിട്ടും നിങ്ങൾക്കെന്ന് പറഞ്ഞു. പാവം അത് വിശ്വസിച്ചു. ഈ പാമ്പുണ്ടല്ലോ ഭയങ്കര കൗശലക്കാരനായിരുന്നു, അവയെ വഞ്ചിച്ചതാണ്. പാവം പാമ്പിനെ വിശ്വസിച്ച് ആ വൃക്ഷഫലം പറിച്ചെടുത്തു. നോക്കിയപ്പോ അത് നല്ല ഭംഗിയുണ്ട്. അവ കുറച്ച് കഴിച്ചു, എന്നിട്ട് കുറച്ച് ആദാമിനും കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ആ വൃക്ഷഫലം കഴിച്ചു.
അപ്പോ അവര് എന്ത് സംഭവിച്ചു കുഞ്ഞുങ്ങളെ? അവര് പാപം ചെയ്തു അല്ലേ? അവര് ദൈവം പറഞ്ഞത് കേട്ടില്ല, അവര് അനുസരണക്കേട് കാണിച്ചു. ദൈവം പറഞ്ഞതായിരുന്നു ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്നു. എന്നാൽ അവര് പാമ്പിനെ വിശ്വസിച്ച് പാമ്പിന്റെ വാക്ക് കേട്ട് ദൈവത്തെ അനുസരിച്ചില്ല. അങ്ങനെ അവര് പാപികളായി തീർന്നു. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ അവരിൽ നിന്ന് ജനിക്കുന്ന മക്കളെല്ലാം പാപികളായി തീർന്നു, പാപം ചെയ്യുന്നവരായി മാറി. പക്ഷേ ദൈവം എന്തായെന്നറിയാമോ? അവരങ്ങനെ വിട്ടൊന്നും കളഞ്ഞില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈ ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവനും ദൈവം സ്നേഹിക്കുന്നു. ദൈവം അതുകൊണ്ട് ഒരു പ്ലാൻ ഇട്ടു, ഒരു പദ്ധതി ഇട്ടു. അതെന്തായിരുന്നെന്ന് അറിയാമോ? തന്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുക. യേശു മൂലം ഈ മാനവരാശി മുഴുവനും രക്ഷിക്കുക. അതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. അങ്ങനെ യേശു ദൈവമാണെങ്കിലും മനുഷ്യ സ്വരൂപം എടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു. പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചു. യേശുപ്പച്ചൻ ഈ ലോകത്ത് ജീവിച്ച സമയത്ത് ഒരു പാപം പോലും ചെയ്തില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ തികയ്ക്കുകയും ചെയ്തു. യേശുപ്പച്ചൻ ഈ ദൈവവചനം പ്രസംഗിച്ചു, ജനങ്ങളെ ഉപദേശിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിച്ചു. അങ്ങനെ യേശുപ്പച്ചൻ ദൈവത്തിന്റെ പ്രവർത്തികളെ തികച്ചു പോന്നു. പക്ഷേ ഈ ലോകത്തിലുള്ള മനുഷ്യരുണ്ടല്ലോ, യേശുപ്പച്ചൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയില്ല. യേശു പറഞ്ഞ വാക്കുകളൊന്നും അവര് വിശ്വസിച്ചില്ല. അവര് ദൈവത്തെ ക്രൂശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. യേശുപ്പച്ചൻ തന്റെ പ്രവർത്തികളെ തികയ്ക്കാൻ വേണ്ടി മനുഷ്യരുടെ കയ്യിൽ സ്വയമേ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവര് യേശുപ്പച്ചനെ ചാട്ടവാർ കൊണ്ട് അടിച്ചു, ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ യേശുപ്പച്ചൻ ക്രൂശിൽ കിടന്ന് മരിച്ചു. അവര് യേശുപ്പച്ചൻ അടക്കം ചെയ്തു. 3-ാം ദിവസം യേശുപ്പച്ചൻ ഉണ്ടല്ലോ ഉയർത്തെഴുന്നേച്ചു, കല്ലറ തുറന്ന് പുറത്തേക്ക് വന്നു. യേശുപ്പച്ചൻ എന്നിട്ട് യേശുപ്പച്ചൻ മരണത്തെ ജയിച്ചു. യേശുപ്പച്ചൻ ഇപ്പോൾ പാപത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വിടുതൽ തന്നു. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ പാപമോചനമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപപരിഹാരം ലഭിച്ചു. അങ്ങനെ യേശുപ്പച്ചൻ നമ്മൾക്ക് വേണ്ടി അടികളെല്ലാം സഹിച്ചു, മരണത്തിന് ഏൽപ്പിച്ചു, നിന്ദകളെല്ലാം സഹിച്ചത് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശുപ്പച്ചൻ ഇതിനെല്ലാം തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. കാരണം എന്താ കുഞ്ഞുങ്ങളെ? യേശുപ്പച്ചൻ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തന്നെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. ഈ നിന്ദകളെല്ലാം നമുക്ക് വേണ്ടിയാണ് സഹിച്ചത്. നിങ്ങൾ ആ യേശുപ്പച്ചനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, എന്നാ നമുക്ക് ഒന്നും കൂടി ആ പാട്ടിലേക്ക് ഒന്ന് പോയാലോ? നിങ്ങൾ അറിഞ്ഞോ യേശുവിൻ സ്നേഹത്തെ? നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞോ യേശുവിൻ സ്നേഹത്തെ? നിങ്ങൾ അറിഞ്ഞോ? പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. എന്തൊരു സന്തോഷം എന്നോട് ഉള്ളിൽ യേശു വന്നപ്പോൾ. എന്തൊരു സന്തോഷം എന്നോട് ഉള്ളിൽ യേശു വന്നപ്പോൾ. പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. പാപിയാമെന്നെ തേടി വന്ന യേശു നമ്മെ സ്നേഹിക്കുന്നു. യേശു എങ്ങനെയാ നമ്മുടെ ഉള്ളിൽ വരുന്നത്? നമ്മൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ യേശുപ്പച്ചൻ നമ്മുടെ ഉള്ളിൽ വരും. എങ്ങനെയാ? യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ പാപികളാണെന്ന് നമ്മൾ പറയുമ്പോൾ യേശുപ്പച്ചൻ നമ്മുടെ പാപപരിഹാരനായി തീരും. അങ്ങനെ യേശുപ്പച്ചൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്തുണ്ടാകും? നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ? നല്ല ഹാപ്പി ആയിരിക്കും നമ്മളെല്ലാം. നിങ്ങൾ ആ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന യേശുവിനെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ, ആ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എല്ലാവരോടും ഈ യേശുവിന്റെ സ്നേഹത്തെ പറ്റി പറയുകയും ചെയ്യണം. ഓക്കേ, യേശുവിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. എന്നാലേ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. യേശുവിനെ എങ്ങനെയാ നമ്മൾ സ്നേഹിക്കുന്നത്? ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോഴാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ അവരെ അനുസരിക്കുമ്പോഴല്ലേ? അതുപോലെ
ദൈവത്തെ നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാരും ഈ പാട്ട് വീണ്ടും പഠിക്കണം കേട്ടോ. എല്ലാരെയും പാടി കേൾപ്പിക്കുകയും വേണം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇനി നമുക്ക് കാണും വരെ എല്ലാവർക്കും ബൈ.